നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയ സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ പറയുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ ഒരു കറപ്ഷനാണ്. ഇത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരേണ്ടത് തന്റെ കർത്തവ്യമാണെന്ന് മനസ്സിലായി. കാരണം ഒരു പൊതുപ്രവർത്തകനും ഇത് സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറില്ല. അവർക്കൊക്കെ ജീവന് ഭീഷണിയാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച തന്റെ പിതാവിനെയും തന്റെ മുത്തശ്ശിയും ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, എനിക്ക് മരണത്തെ ഭയമില്ല, ഏത് രീതിയിലുള്ള അനീതിയും ഞാൻ എതിർക്കും. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, 1 കോടിയിലധികം ബീഹാർ ജനത പുറത്തു നിൽക്കുമ്പോൾ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കാട്ടുകൊള്ളയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിയൊരുക്കുന്നത്. അതും BJPക്ക് വേണ്ടി എല്ലാ രീതിയിലും ഒത്തുകളി നടത്തുന്നു. ലോക്സഭാ മണ്ഡലങ്ങളിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരിമറികൾ കർണാടകയിൽ, അതുപോലെ മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ ഒക്കെ നടന്ന EVM തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം, ലോക്സഭയിലെ ഓരോ സീറ്റുകളെ കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ട് നടത്തിയ ദീർഘനേരമുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ, ഇവിടെയാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ നോട്ടീസ് അയച്ചുകൊണ്ട് അവരെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെ തളർത്താൻ ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നെങ്കിൽ കോടതിയിൽ അത് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചുകൊണ്ട് നിയമ നടപടിക്ക് വേണ്ടി മുന്നേറുന്നു. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചത്. കോടതി വഴിയുള്ള നിയമ പോരാട്ടം, നിയമയുദ്ധം. അതിൽ ജ്ഞാനേഷ് കുമാറിന്റെ കട്ടയും പടവും മടങ്ങും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ ജ്ഞാനേഷ് കുമാർ കൂട്ടുനിന്ന സർവത്ര കള്ളക്കളിയും, വോട്ടർ പട്ടികയിലെ തിരുത്തൽ തുടങ്ങി EVMിലെ തട്ടിപ്പുൾപ്പെടെ സ്ട്രോങ് റൂമിൽ അതെല്ലാം ഭദ്രമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നത് ഈ രാജ്യത്തെ തന്നെ കബളിപ്പിക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ്. അത് തിരുത്തി അതിൽ ടാപ്പറിംഗ് നടത്തിയിട്ടുണ്ട്. ഹരിയാനയിൽ അത് വ്യക്തമായിരുന്നു. EVM മെഷീൻ എടുത്ത് അതിൽ പ്രോഗ്രാമിംഗ് മാനിപ്പുലേഷൻ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം നിരവധിയായ പ്രതികരണങ്ങളിൽ നിന്നും ഹരിയാനയിലെ വോട്ടർ പട്ടിക എണ്ണിയതിനു ശേഷം വന്നതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ BJP മുഖ്യമന്ത്രിമാർ വലിയ അന്താളിപ്പിലാണ്. കള്ളത്തരത്തിലൂടെ അധികാരത്തിലേക്ക് എത്തിയത് നിലനിർത്താനുള്ള പെടാപ്പാടുവിടലാണ് ഇപ്പോൾ. രാഹുൽ ഗാന്ധി അയോഗ്യത ഒന്നും തന്നെ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നില്ല. താൻ ഭീരുവല്ല എന്നും താൻ ധീരനാണ് എന്നുള്ളതും വീണ്ടും പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കോടതി വ്യവഹാരത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്.